പ്രിയരെ, ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം പറയാൻ വന്നതാണ്. അതൊരു മോട്ടിവേഷനായിട്ടൊന്നും ആരും കാണണ്ട. എങ്കിലും ഇതിൽ നിന്നും വലിയ പാഠങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുകയും അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ഇനി ഞാൻ തുടങ്ങട്ടെ. ഒരു ക്ലാസ്സിൽ അധ്യാപിക തൻ്റെ കുട്ടികളോട്, വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നാളെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതി കൊണ്ടുവരണം. നമ്മൾ വിചാരിച്ചേക്കാം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താ ഇത്ര വലിയ സ്വപ്നം. ഏതായാലും എല്ലാ കുട്ടികളും പിറ്റേ ദിവസം വന്നപ്പോൾ തന്നെ 2ഉം 3ഉം പേപ്പർ ഫുള്ളായിട്ട് അവരുടെ സ്വപ്നങ്ങൾ എഴുതി കൊണ്ടുവന്നു. അതിൽ ഒരു കുട്ടി അല്പം വ്യത്യസ്തമായ കാര്യമാണ് എഴുതിയതെന്ന് ഈ ടീച്ചർക്ക് തോന്നി. ഏതായാലും ആ കുട്ടിക്കും പാസ് മാർക്ക് കൊടുത്തിട്ട് ഒരടിക്കുറിപ്പും കൂടി ആ അധ്യാപിക ഇങ്ങനെ എഴുതി, ഇത് കുറേ കൂടെ ശരിയാക്കാമെങ്കിൽ ഞാൻ അല്പം കൂടെ മാർക്ക് തരാം. പാസ് മാർക്ക് മേടിച്ച കുട്ടി പിറ്റേ ദിവസം വന്നപ്പോൾ തൻ്റെ പേപ്പറിൽ ഇങ്ങനെ എഴുതി, എൻ്റെ സ്വപ്നങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല, മാർക്ക് കൂട്ടിത്തരണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. അവൻ്റെ സ്വപ്നം എന്തായിരുന്നെന്നോ? ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയായിരുന്നു അവൻ പറഞ്ഞത്, എൻ്റെ സ്വപ്നം എനിക്ക് ഒരു 200 ഏക്കർ സ്ഥലം വേണം, കൃഷിസ്ഥലം വേണം. അതിൻ്റെ നടുക്ക് ഒരു വലിയ ബംഗ്ലാവും, അത് കൃഷി ഗവേഷണത്തിലുള്ള ഒരു സ്ഥലം കൂടി ആയിരിക്കണം. ഏതായാലും കാലം പിന്നെയും കുറേ കടന്നുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ദേശത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. 200 ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് ഈ കുട്ടി പറഞ്ഞ നിലയിലുള്ള ഒരു ഗവേഷണ പാഠശാലയും ഒരു കെട്ടിടവും ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കാണാൻ അനേകരെത്തിയ കൂട്ടത്തിൽ ഈ അധ്യാപികയും ഉണ്ടായിരുന്നു. അധ്യാപികയ്ക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. അന്ന് 200 ഏക്കറിൻ്റെ സ്വപ്നം കണ്ട കുട്ടിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അധ്യാപിക ആകെ അന്തം വിട്ടുപോയി. അവർ പെട്ടെന്ന് തന്നെ പോയി ഒരു പ്ലാക്കാർഡ് കൊണ്ടുവന്നു. ആ കെട്ടിടത്തിന് മുമ്പിൽ തൂക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചു, അവരോട് റിക്വസ്റ്റ് ചെയ്തു. ആ പ്ലാക്കാർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പ്രിയ കുട്ടി, പ്രിയ മകനെ, നിൻ്റെ സ്വപ്നങ്ങൾ വ്യത്യാസപ്പെടുത്താത്തതിന് നന്ദി. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നോക്കൂ പ്രിയരെ, നമ്മുടെ ഉദ്യമങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അപ്രാപ്യമെന്ന് തോന്നിയാലും ഉപേക്ഷിക്കരുത്. ഒരു കാരണവശാലും വിട്ടുകളയരുത്. തുടരുക, കഠിന പ്രയത്നം തുടരുക. തീർച്ചയായിട്ടും നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.